ത്രിജി ലൂക്കോസ്, ഇവിടെ ഈ റാണെ പറയുന്നത് നോക്കൂ, പ്രിയങ്ക ഗാന്ധിയുടെ റാലികളിലേക്ക് നോക്കൂ, അവിടെ ഉയർന്നിരിക്കുന്ന കൊടികൾ ഇന്ത്യയുടെ കൊടികൾ മാത്രമാണോ, കോൺഗ്രസിന്റെ കൊടികൾ മാത്രമാണോ, തീവ്രവാദ ശക്തികളുടെ കൊടികൾ അതിലില്ലേ, അതിന്റെ ചുറ്റും കൂടിയത് ആരാണ്, എന്റെയും നിന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നല്ലോ എന്ന് പറയപ്പെടുന്ന ഒരു ശബ്ദം നമ്മൾ നേരത്തെ കേട്ടായിരുന്നു, വിജയരാഘവന്റെ ശബ്ദം. ത്രിജി ലൂക്കോസ്. ആശ്വരിക്ക് ആദ്യം പറയാനുള്ളത്, എൻ്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട ജയസൂര്യ ഒരു മലയാളിയാണോ എന്നുള്ളത് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ വേദനയോടെ പറയട്ടെ, എനിക്ക് സത്യം പറയണമെന്നുണ്ടെങ്കിൽ വിഷമം തോന്നുന്നു. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംസാരം, ആ പറയുന്ന നിതീഷ് റാണെ എന്ന് പറയുന്ന രാജ്യദ്രോഹിയെ, സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ ഒരു നീചനായിട്ടുള്ള ഒരു വൃത്തികെട്ട മനുഷ്യനെ, അയാൾ മന്ത്രിസ്ഥാനത്താണെങ്കിലും കേരളീയരെ മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച അയാളെ എങ്ങനെ ഒരു കേരളത്തിൽ നിന്ന് ജനിച്ചു വളരുന്ന പ്രിയപ്പെട്ട സുഹൃത്തിന് ഇത് വാവുന്നു? അപ്പൊ അദ്ദേഹത്തിന് കൺട്രോൾ പോയെന്നൊരു സംശയമുണ്ട്. അദ്ദേഹം മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ കേരളം എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരുടെ നാടാ. കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇന്ത്യൻ ആർമിയിലുണ്ട്. നമ്മുടെ ജവാന്മാരിൽ പോലും മുതൽ ഉയർന്ന തസ്തികയിലുള്ള നിരവധി ആളുകൾ ഇന്ത്യൻ ആർമിയിലുണ്ട്. ഇന്ത്യൻ ആർമിയിൽ എല്ലാ വിഭാഗത്തിലുണ്ട്. അവരിൽപ്പെട്ടവരെല്ലാം നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവർ മാത്രമാണോ? നിങ്ങൾ മറുപടി പറയണം. അവരുടെ ആത്മവീര്യത്തെ കൂടെയല്ലേ നിങ്ങൾ ഇവിടെ തകർത്തിരിക്കുന്നത്? നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ വിവരം കെട്ട ഒരു മന്ത്രി ഈ വിവരം പറഞ്ഞപ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ 29 എംപിമാരും ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയത് ഈ നാട്ടിൽ നിന്നാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ എംപിക്ക് കിട്ടിയ വോട്ട് എവിടുന്ന? ചാവക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളുടെ എംപിയെ പിന്തുണച്ചതാരാ? നിങ്ങൾ ഇതുപോലെ അടച്ചാക്ഷേപിക്കുക ഒരു സമൂഹത്തിനെ. നിങ്ങൾ ശരിക്കും സംശയമില്ല. സുരേഷ് ഗോപി മിനി പാകിസ്ഥാനിലെ എം പി ആണെന്ന് ചോദിച്ചാൽ ജയസൂര്യന് ആണ് എന്ന് പറയാൻ സംശയമുണ്ടോ? സുരേഷ് ഗോപി മാത്രമല്ല 29 എംപിമാരും മിനി പാകിസ്ഥാനിലെ എംപിമാരാണ് എന്ന് പറയാൻ എന്തെങ്കിലും സംശയമില്ലോ? ഇതിൽ ഒളിച്ചു മറച്ചു വെക്കാനല്ലോ പറയുന്നത് ശ്രീ ജയസൂര്യൻ. വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അല്ല, കേരളത്തിലെ ബി ജെ പിയുടെ ഘടകം ഔദ്യോഗിക ഘടകം ഔദ്യോഗികമായിട്ട് തന്നെ ഇത് പ്രസ്താവിക്കണം. ജയസൂര്യ പറഞ്ഞത് ശരിയാണ് തെറ്റാന്നുള്ളത്. എനിക്ക് വളരെ റെസ്പെക്ട് ഉള്ള ആളാണ് ജയസൂര്യ, എൻ്റെ നല്ല സുഹൃത്തുവാ. എന്നെ വല്ലാതെ ഭയപ്പെടുത്തി കഴിഞ്ഞ് ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് പ്രയോഗങ്ങൾ നടത്തിയത്? ഉത്തരേന്ത്യ നിങ്ങളുടെ പ്രധാനമന്ത്രി, ഉത്തരേന്ത്യ മാത്രമല്ല ഒറീസയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും കർണാടകയിലും നിങ്ങളുടെ പ്രധാനമന്ത്രി റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞു കേരളത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് എടുത്തൊരു സിനിമയെ പൂഴ്ത്തി പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് തെക്കോട്ട് നോക്കേ, അതിന്റെ ആസ്ഥാനം എന്താന്ന് പറഞ്ഞു. 32,000 കേരളത്തിലെ ചെറുപ്പക്കാർ, 32,000 ആളുകൾ കേരളത്തിൽ നിന്ന് IS ചേർന്നെന്നും പറഞ്ഞുകൊണ്ട് കള്ളക്കഥ പ്രചരിപ്പിച്ച ഒരു സിനിമയെ നിങ്ങൾ നിങ്ങൾ അതിനെ ആലിംഗനം ചെയ്തുകൊണ്ട് കേരളത്തിൽ അധിക്ഷേപിച്ചു. നിങ്ങൾക്ക് ലജ്ജയില്ല? നിങ്ങൾ താമസിക്കുന്നത് കേരളത്തിലല്ലേ? ഒരു മലയാളി, ലോക മലയാളിയുടെ മുമ്പിൽ നിങ്ങൾ ശരിക്കും പറയണ കേരളീയന്റെ അന്തസ്സിനെയും അഭിമാനത്തിന്റെയും കേരളത്തിന്റെ സെക്കുലർ ഭാവത്തെയും നിങ്ങൾ ആക്ഷേപിക്കുകയല്ലേ? ജയസൂര്യൻ എങ്ങനെ തോന്നി? നിങ്ങളുടെ MP പോലും ഈ പറയുന്ന ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ സുരേഷ് ഗോപിയുടെ ജയത്തെ പോലും ആക്ഷേപിക്കുകയല്ലേ? സുരേഷ് ഗോപി ജയിച്ചത് രാജ്യസഭയിലേക്കാണ് ജയിച്ചത്, അദ്ദേഹം ലോക്സഭയിലേക്ക്. അദ്ദേഹം ചാവക്കാടിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞത്. അവിടുത്തെ വോട്ടിന് കണക്കെനിക്ക് എവിടെയുണ്ട്? തൃപ്രയാർ മേഖല, ഇരിങ്ങാലക്കുട മേഖല, തൃശ്ശൂർ റാണെ എവിടെ കിടക്കുന്ന ഒരാള്, അയാൾക്ക് കേരളത്തെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. അയാൾ കണ്ടതും പഠിച്ചതും അറിഞ്ഞതും മൊത്തം കൊടിയ വർഗീയത. അയാൾ അതിൽ വളർന്നു, അതിൽ ജീവിച്ചു, അതിൽ തന്നെ പറയുന്നു. റജി ലൂക്കോസ്, അങ്ങനെയാണോ? നമ്മുടെ ഒരു നേതാവുണ്ടെന്നേ, ആ നേതാവിന്റെ പേര് വിജയരാഘവൻ എന്നാ. വിജയരാഘവൻ പറഞ്ഞു, റാണെ പറഞ്ഞത് രണ്ട് ഭാഷയിൽ ഒരു കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. വിജയരാഘവൻ കേരളത്തിലെ ആളല്ലേ? അല്ല ബഹുമാനപ്പെട്ട, അതിനു മുമ്പ് ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഞാൻ കുഞ്ഞുണ്ണി മാഷയുടെ ഒരു ബൈറ്റ് എടുത്തിട്ടുള്ള കൈരളി ചാനലിന് വേണ്ടി ഞാൻ ചെയ്തൊരു പ്രോഗ്രാമിന് വലപ്പാട് ബീച്ചിൽ, അതായത് തൃപ്പുരാനടുത്തുള്ള ബീച്ചിൽ എൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ ആ ബൈറ്റ് എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാദമുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ട്, അഭിമാനമാണ് എനിക്ക് ഈ നാട്ടിൽ ജന്മമെടുത്തൽ എന്നുള്ള 4 വാക്കുകൾ അദ്ദേഹം പറഞ്ഞു. അത് കേരളത്തിൽ ഇപ്പോഴും അറിയാം. കുഞ്ഞുണ്ണി മാസ്റ്ററുടെ പേര് പറയുമ്പോൾ പല വാക്യങ്ങളിൽ ഒന്നതാ. അങ്ങനെയുള്ള മഹാരഥന്മാർ ഊട്ടി വളർത്തി സംസ്കാര സമ്പന്നമായി കേരളത്തിൽ മതേതരത്തിന്റെ മുഖംമൂടി അണിയാതെ കൊണ്ട് തുറന്നു ജീവിക്കുന്ന ജയസൂര്യനും ഞാനും നവാസും കെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന കേരളത്തിൽ നിങ്ങൾ മിനി പാകിസ്ഥാനിൽ നിന്ന് നിങ്ങളുടെ MP ജയിച്ചു കയറിയതിനെ കുറിച്ച് ആക്ഷേപിച്ചത് നിങ്ങൾ മാപ്പറിയിക്കാത്തൊരു അപമാനം നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇത്രയ്ക്ക് ഇന്ത്യൻ ആർമിയിലെ സുരേഷ് ഗോപി പ്രതികരിക്കണം. അദ്ദേഹത്തിന്റെ തനതു ഭാഷയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമാ ശൈലിയിൽ അദ്ദേഹം വിജയിച്ചത് മിനി പാകിസ്ഥാനിലെ MP ആണോ ജയസൂര്യൻ പറഞ്ഞ പോലെ എന്ന് അദ്ദേഹം പറയട്ടെ.